പക്ഷെ ആ തെണ്ടി ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഞാനൊരു വർഗീയവാദിയാണ്, മതരാഷ്ട്രവാദിയാണെന്ന്. മറുനാടിന്റെ ആ പോസ്റ്റർ നിങ്ങളൊന്ന് പരിശോധിക്കണം. എനിക്ക് ഈ തെണ്ടിയോട് പറയാനുള്ളത്, സത്യത്തിൽ ഞാൻ വരും നിന്റെ അടുത്തേക്ക്, ഒരു സംശയം നീ കരുതണ്ട. ഈ കേസൊന്ന് അവസാനിക്കട്ടെ. ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായിട്ടാണ് പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരിക. ആ ബക്കറ്റ് നിന്റെ തലയിൽ ഞാൻ ഒഴിക്കും. നിന്റെ ഉടുമുണ്ടുണ്ടല്ലോ, അതിൽ അടിയിലെ മറ്റേ കളസം, ആ ഉടുമുണ്ട് ഞാൻ പറിച്ച് ഞാൻ എടുക്കും. കേരളത്തിലെ സമൂഹം അത് കാണും. അതിന് 10 ദിവസം ജയിലിൽ കിടക്കണമെങ്കിൽ ജയിലിൽ കിടക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞാൻ വർഗീയവാദിയാണെന്നും മതരാഷ്ട്രവാദിയാണെന്നും നീ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ എടാ നീ മനസ്സിലാക്കിക്കോ, നിന്നെ ഈ മലം കൊണ്ട് ഞാൻ മൂടുക തന്നെ ചെയ്യും. നീ ഏത് CRPC പ്രകാരോ ഏത് IPC പ്രകാരമാണ് നീ കേസെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് മര്യാദക്ക് നിനക്ക് മലത്തിൽ കുളിക്കണ്ടെങ്കിൽ നീ മര്യാദക്ക് കേരളത്തിലെ ജനങ്ങളോട് ഇതിന് മാപ്പ് പറഞ്ഞോ. നമസ്കാരം. PV അൻവറും ജയശങ്കറും തമ്മിലുള്ള ഒരു യുദ്ധത്തെക്കുറിച്ചാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്. PV അൻവർ ഇന്നലെ വിസർജിച്ച ചില വാചകങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ ഒരു MLA ഇത്രയധികം വായയിൽ കൂടെ വിസർജനം ചെയ്തിട്ടുണ്ടോ, മലം തുപ്പിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അത്രയും ദുർഗന്ധപൂർണമായ കെട്ടിക്കിടക്കുന്ന പുഴുക്കളരിക്കുന്ന ആണ് പുറത്തേ വന്നിരിക്കുന്നത്. ഞാൻ പറയണേ എന്താണെന്നുള്ളത്, അതേ അമേധ്യം മലം എന്നൊക്കെ പറയുന്ന സംഭവം വായിക്കൂടെ വന്നിരിക്കുന്നത്. ഇത്രയും മലമൊക്കെ ആയിട്ട് നമ്മുടെ അൻവർ നിലമ്പൂരിൽ കഴിയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അതിൻ്റെ സങ്കടം വരുന്നത്. കാരണം ഇത്രയധികം മലം വിസർജിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് എത്രമാത്രം ഇടി കൊണ്ടിട്ടുണ്ടാവണം. ഛർദ്ദിച്ചു പോയാലും കൂടെ, ഛർദ്ദിക്കുന്ന സാധനം ചോര ഛർദ്ദിക്കുക, പക്ഷേ നമ്മുടെ അൻവർ ഛർദ്ദിച്ചത് മലമാണ്. ആ മലത്തിൻ്റെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഫസ്റ്റിൽ കേട്ടിട്ടുള്ളത്. ഈ വീഡിയോൻ്റെ ഫ്രണ്ടിൽ തന്നെ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്രയധികം നെഞ്ചടിച്ച് തകർത്ത്, അല്ല വയറിടിച്ചൊക്കെ തകർത്ത് ജയശങ്കർ ഒരു ഗുസ്തി വീരനായി മാറിയ ആ വീഡിയോ ഏതാണ്? അതൊന്ന് കേൾക്കണ്ടേ? നമുക്കൊന്ന് കേട്ട് നോക്കാം. എന്തൊക്കെയാണ് ജയശങ്കർ പറഞ്ഞതെന്ന് കേട്ട് നോക്കാം. ആ വീഡിയോയുടെ തലക്കെട്ടെന്താണ് തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കി നോക്കാം. അൻവർ, KT ജലീൽ മതരാഷ്ട്രവാദി, ഇവരാണ് കേരളത്തിൻ്റെ ശാപം എന്നാണ് തമ്പ് കൊടുത്തിരിക്കുന്നത്. അൻവർ മുഖ്യമന്ത്രിയെ വരുതിയിലാക്കിയ സംഭവം അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷത്തിലുമേറെ ആൾക്കാർ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പൂർണ്ണമായി കേട്ട് നോക്കാം. എന്തൊക്കെയാണ് പറയുന്നത് അറിയണ്ടേ. ജയശങ്കർ ആണെങ്കിൽ പറഞ്ഞെടുത്ത് നിൽക്കും. ഇപ്പം 10 ദിവസം കൊണ്ട് പിൻവലിച്ചില്ലെങ്കിൽ എറണാകുളത്ത് വന്ന് മലമൊഴിച്ച് പിന്നെ അദ്ദേഹത്തെ ഉടുതുണിയില്ലാതെ MG റോഡിൽ കൂടെ നടത്തിക്കുന്നൊക്കെയാണ് ഗീർവാണം അടിച്ചിട്ടുള്ളത്. പോടപുല്ലേ എന്നാണ് നമ്മുടെ ജയശങ്കർ. ഞാൻ പറഞ്ഞെടുത്ത് നിൽക്കടാ, നിന്നെ ആരെയാടാ വില വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തിരിച്ചും ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നയ സമീപനങ്ങളിൽ യാതൊരു മയവും ഉണ്ടായിട്ടില്ല. അൻവറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മലപ്പുറം SP മാറ്റി, മുൻ SP സസ്പെൻഡ് ചെയ്തു. മലപ്പുറത്തുണ്ടായിരുന്ന എല്ലാ DYSPമാരെയും പിണറായി വിജയൻ സ്ഥലം മാറ്റി. അവിടെയുള്ള സർക്കിൾ ഇൻസ്പെക്ടർമാർ, സബ് ഇൻസ്പെക്ടർമാർ, ഹെഡ് കോൺസ്റ്റബിൾമാർ, വീട്ടിൽ വന്ന കോൺസ്റ്റബിൾമാരെ കൂടി മാറ്റാൻ തയ്യാറാണ്. പക്ഷേ ADGPയെ തൊട്ട് കളിക്കരുത്. ADGP അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതിനേക്കാൾ പ്രിയങ്കരനായ വ്യക്തിയാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. ഈ 2 പേരെ ഒഴിച്ച് വേറെ ആരെ വേണമെങ്കിലും കുരുതി കൊടുക്കാൻ മുഖ്യൻ തയ്യാറാണ്. ഇവർ 2 പേരും അദ്ദേഹത്തിന് വളരെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം മുൻ SP പോയി, നിലവിലുള്ള SP സ്ഥലം മാറ്റി. ഇനി ADGPയെയും അത് കഴിഞ്ഞ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും തീർത്താൽ തീർന്നതല്ല അദ്ദേഹത്തിൻ്റെ കലി. അദ്ദേഹത്തിന് വേണ്ടത് മുഖ്യമന്ത്രിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയോടാണ് വൈരാഗ്യം, അല്ലാതെ ADGPയോടല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറിയോടുമല്ല. അവരൊക്കെ കാണപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക്. അതായത് ജയശങ്കർ പറഞ്ഞത് മലപ്പുറത്തുള്ള CI, DYSP, SP വരെ മാറ്റിക്കഴിഞ്ഞു. എന്തിന്? ശശിധരൻ എന്ന് പറയുന്ന കേരളത്തിലെ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസർ അടക്കം മാറ്റി. SP ആയിട്ടുള്ള ആൾ, അദ്ദേഹം നിരപരാധിയാണ്, ആരോടും വേണ്ടാത്തന്നെ പോകാത്ത ഒരാൾ, നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തെയും മാറ്റി. അത് പോരാ, ഇനി അടുത്ത ADGPനെ മാറ്റണം, P ശശിയെ മാറ്റണം. അതും പോരാ, പിണറായിനെ തന്നെ മാറ്റണം. അതിന് മാറ്റാൻ ആരാണ് പിന്നിലുള്ളത്? ഇവിടെയുള്ള ആൾക്കാരല്ല, UAE ബേസ്ഡുള്ള
ചില മുതലാളിമാരടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയനോട് കലിപ്പ് കയറിയ ഒരു വലിയ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു മുതലാളിയും അതിലുണ്ട് എന്നുള്ള കാര്യം പറയാതെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ജയശങ്കർ പോകുന്നത്. കാണപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് മുഖ്യനെയാണ്. നമ്മൾ ഈ വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാനിവിടെ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്. ഈ മലപ്പുറം ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുന്നതിൻ്റെ പുറകിലെ ചേതോവികാരമാണ്. കേരള ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഇതിനും ഉണ്ടായിട്ടില്ല. ഒരു MLA സന്തോഷിപ്പിക്കാൻ വേണ്ടി പോലീസ് മേധാവിയെ മാറ്റി മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 DYSPമാരെ മാറ്റി അതും മനസ്സിലാക്കാം. ജില്ലയിലെ എല്ലാ DYSPമാരെയും മാറ്റും. അവർ ചെയ്ത തെറ്റെന്താണ്? അതിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലുള്ള DYSP ഉണ്ട്, ഇൻ്റലിജൻസ് DYSP ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ DYSP ഉണ്ട്, താനൂർ DYSP ഉണ്ട്, പൊന്നാനി DYSP ഉണ്ട്. അങ്ങനെ ഏതൊക്കെ DYSPമാരുണ്ട് അവരൊക്കെ സ്ഥലം മാറ്റുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. മലപ്പുറം ജില്ലയിൽ വലിയ എന്തൊക്കെയോ കൊള്ളരായ്മകൾ നടക്കും. അതുകൊണ്ട് ജില്ലയിലെ പോലീസ് നേതൃത്വം ആകമാനം അഴിച്ചു പണിയുന്നു എന്നുള്ളതാണ് പുറമെ കൂടുതലുള്ള ഒരു ധാരണ. ഇതിൽ ഒരേ ഒരു കാര്യമുള്ളൂ. അതിൽ എന്താ വെച്ചാൽ മലപ്പുറം SP-യെ, നേരത്തെ ഉണ്ടായിരുന്ന SP ഇപ്പോൾ ഉള്ള SP-യെ PV അൻവറിന് ഇഷ്ടമല്ല, കണ്ടുകൂടാ എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു MLA ഒരു ജനപ്രതിനിധിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാറ്റുന്ന ചരിത്രമില്ല. അതിനിടയ്ക്ക് ശശിധരൻ എന്ന് പറഞ്ഞ വളരെ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനാണ്, ഒരു പൈസ അഴിമതിയില്ലാത്ത ആളാണ്. അങ്ങനെ ഒരാളെ സ്ഥലം മാറ്റിയതിൻ്റെ ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ആ സതീശന് ഈ ശശിധരനെ നേരിട്ടറിയാവുന്നതാണ്. കാരണം അദ്ദേഹം നേരത്തെ പറവൂരിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സബ് ഇൻസ്പെക്ടറായിട്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ടും DYSP ആയിട്ടും ഒക്കെ ജോലി ചെയ്ത കാലത്ത് സൽപ്പേര് മാത്രം സമ്പാദിച്ചിട്ടുള്ള ആളാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് IPS കൺഫർ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ആക്ഷേപിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് അൻവറിന് ഇഷ്ടമല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഈ നാട്ടിലെ മതമൗലികവാദികൾ, മത തീവ്രവാദികൾ, മതരാഷ്ട്രവാദികൾ എല്ലാവരും. അതെ, അതായത് മലപ്പുറത്തെ SP ആയിരുന്ന ശശിധരൻ, നമുക്കറിയാം എറണാകുളത്ത് അദ്ദേഹം DCP ആയിരുന്നു. DCP ആയിരുന്ന എൻ്റെ കേസുകളടക്കം ഞാൻ അദ്ദേഹത്തിനടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരെ അന്നത്തെ കമ്മീഷണർ കോർട്ടിൽ കാണിച്ചു, തുടരന്വേഷണത്തിന് പ്രഖ്യാപിച്ചു. അങ്ങനെ വീണ ജോർജ് പ്രതിയായും കൊണ്ട് FIR ഇട്ടിട്ടുണ്ട് എറണാകുളത്ത്. അതിൻ്റെ കാരണം അന്നത്തെ കമ്മീഷണറെ കൃത്യമായി കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ശശിധരൻ എന്ന് പറയുന്ന സത്യസന്ധനായ പോലീസ് ഓഫീസർ ഉള്ളത് കൊണ്ടാണ് എനിക്ക് കൃത്യമായി ഞാൻ പറയുന്നത് കേൾക്കാനും അത് നേരെ അന്നത്തെ കമ്മീഷണറോട് ഹൈക്കോടതി വിധി കംപ്ലീറ്റ് വായിച്ച് എറണാകുളത്തെ ACP ജയകുമാർ തെറ്റുകാരനാണെന്നും എൻ്റെ പേരിൽ കള്ളക്കേസാണ് എടുത്തതെന്നും 34 ദിവസം ജയിൽ കിടന്നത് കുറ്റകരമായ ആ ഓഫീസറുടെ അനാസ്ഥയാണെന്നും എന്നൊക്കെ കൃത്യമായി ഞാൻ അദ്ദേഹത്തെ ബോധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കൃത്യമായി അദ്ദേഹത്തെ അന്വേഷണത്തിൽ നിന്ന് മാറ്റുകയും ഡിസ്ട്രിക്ട് ക്രൈമിലേക്ക് അന്വേഷണം മാറ്റുകയും തുടർന്നിട്ട് എൻ്റെ പരാതിയുള്ള കേസ് FIR ഇടുകയും ചെയ്തു. അതും വീണ ജോർജിനെയാണ് പ്രതിയാക്കിയത്. അങ്ങനെയുള്ള DCP ആയ അന്നത്തെ എറണാകുളത്തെ DCP ആയ നമ്മുടെ ശശിധരൻ പറവൂരിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ സതീഷിൻ്റെ നാട്ടിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ നമ്മുടെ അൻവറിനും അതേപോലെ ജലീലിനൊന്നും വ്യക്തമല്ല. അതിന് കാരണമാണ് കൃത്യമായി പറയുന്നത്. ഇതാണ് കാരണം. ഈ പറയുന്ന ഡയലോഗാണ് നമ്മുടെ ജയശങ്കറിൻ്റെ ഡയലോഗാണ് ആർക്ക് കൊണ്ടത്, നെഞ്ചത് കുത്തിക്കയറ്റിയത് ആര്? ജയശങ്കറിൻ്റെ ഈ പറയുന്ന കുത്താണ് അൻവറിന് ഏറ്റത്. എന്നൊക്കെ ഒന്ന് കേട്ട് നോക്കാം, എന്ത് കുത്താണ് കുത്തിയതെന്നുള്ളത്. മലപ്പുറം കത്തി കൊണ്ടുള്ള കുത്താണോ, അല്ല മൂർച്ചയേറിയ ആയുധം കൊണ്ട് കുത്താണോ, വേറെ എന്ത് കുത്താന്നൊക്കെ അറിയണ്ടേ നമുക്ക്. ഈ നാട്ടിലെ മതമൗലികവാദികൾ, മത തീവ്രവാദികൾ, മതരാഷ്ട്രവാദികൾ എല്ലാവരും, നമുക്ക് ഒറ്റ വാക്കിൽ ജിഹാദികൾ എന്ന് പറയാം, അവരെല്ലാവരും ശശിധരനെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രകോപനം എന്ന് പറയുന്നത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അഭിഭാഷകനായി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പൽ മജിസ്ട്രേറ്റ് ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. ഈ മുനിസിപ്പൽ മജിസ്ട്രേറ്റിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇദ്ദേഹം പറവൂരിൽ മജിസ്ട്രേറ്റായിട്ട് ജോലി ചെയ്തതാണ്. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി. അദ്ദേഹത്തെ ഇവിടുത്തെ സ്ഥലം മാറ്റി, സസ്പെൻഡ് ചെയ്തില്ല, അന്വേഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തെളിഞ്ഞില്ല. ചില കുറ്റാരോപണങ്ങൾ തെളിഞ്ഞു. എന്തോ ചെറിയ ശിക്ഷയോ താക്കീതോ കൊടുത്ത് പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന് എതിരായിട്ട് ഈ ശശിധരൻ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത അദ്ദേഹത്തിൻ്റെ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അതായത് APP ആണ്, വനിതാ APP ആണ് പരാതി കൊടുത്തത്. പരാതിയുടെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പ്രതികളോട് അതിന് കടന്ന അനുകമ്പ കാണിക്കും,
സഹാനുഭൂതി പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. APP രേഖാമൂലമാണോ അതോ വാക്കാലാണോ പരാതി കൊടുത്തതെന്ന് എനിക്കറിയില്ല. അന്ന് NK ബാലകൃഷ്ണൻ എന്ന പ്രസിദ്ധനായ ഒരു ജുഡീഷ്യൽ ഓഫീസറായിരുന്നു ഹൈക്കോടതിയിൽ വിജിലൻസ് രജിസ്ട്രാറായിട്ട് പ്രവർത്തിച്ചത്. വിജിലൻസ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സബോർഡിനേറ്റ് ജുഡീഷ്യലിലെ ജീവനക്കാർക്ക് എതിരായിട്ട് അല്ലെങ്കിൽ ന്യായാധിപന്മാർക്കെതിരായിട്ട് പരാതി വരികയാണെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയുക്തനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ജില്ലാ ജഡ്ജിയാണ്. പിന്നീട് ഈ ബാലകൃഷ്ണൻ കേരള ഹൈക്കോടതി ജഡ്ജിയായി. പിന്നീട് അദ്ദേഹം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അംഗമായി എന്നാണ് എൻ്റെ അറിവ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് പരാതി വന്ന് അദ്ദേഹം പറവൂരിൽ മാത്രമല്ല ഈ പ്രത്യേക മജിസ്ട്രേറ്റ് മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിലെയും ഫയലുകൾ പരിശോധിച്ചു. അതിനുശേഷമാണ് കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രത്തിൽ ആരോപിച്ചത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളോട് ഇദ്ദേഹം വിവേചനപരമായി പെരുമാറുന്നു, അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും, മറ്റു സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അത്രയും ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിൽ പ്രഥമ ദൃഷ്ടിയാ കഴമ്പുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് വിജിലൻസ് രജിസ്ട്രാർ റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് കുറ്റപത്രം കൊടുത്തത്. കുറ്റപത്രം കൊടുത്തത് ശശിധരനില്ല. ഏതായാലും അതിൻ്റെ പഴി ഇപ്പോൾ ശശിധരൻ്റെ മേലാണ് ഇദ്ദേഹം തീർക്കുന്നത്. ഈ പാലായിക്കുളം തീവ്രവാദ കേസ് അന്വേഷിച്ചത് ശശിധരനായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിൽ ഏതാനും പ്രതികളെ NIA കോടതി വെറുതെ ചാർജ് ചെയ്തത് NIA ആണ്. ആദ്യത്തെ പ്രാഥമിക അന്വേഷണം മാത്രമേ ശശിധരൻ നടത്തിയുള്ളൂ. അദ്ദേഹം NIA ഉണ്ടായിരുന്ന ആളല്ല. ചാർജ് കൊടുത്തത് NIA ആണ്. വിചാരണ നടത്തിയത് NIA കോടതിയിലാണ്. ഏതാനും പ്രതികളെ ശിക്ഷിച്ചതും മറ്റു പ്രതികളെ വെറുതെ വിട്ടതും NIA കോടതിയാണ്. അപ്പീലിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടതും ഹൈക്കോടതിയാണ്. സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആ വിധി ശരിവെക്കുകയാണ് ചെയ്തത്. അത് ശരിയാണ്. ഒരു കേസിൽ പ്രതികളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുറ്റമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. കുറ്റമുണ്ടായിരുന്നു. കുറ്റം കോടതിയിൽ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ്. അതെന്തുമാട്ടെ പരാതി കൊടുത്തത് APP ആണ്. അതിന് ശശിധരൻ ഒരു സംഘി മനസ്സുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന് ഈ റിട്ടയർ ചെയ്ത ജുഡീഷ്യൽ ഓഫീസർ പരാതി പറയുന്നത് വളരെ ബാലിശമാണ്. അദ്ദേഹം TV ചാനലിൽ വന്ന് പറയുന്നത് അതിനേക്കാളും കഷ്ടമാണ്. എത്രയോ കേസുകൾ പ്രോസിക്യൂഷൻ്റെ പരാജയം കൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ട്. എത്രയോ കേസുകൾ പോലീസ് അന്വേഷണത്തിൻ്റെ പോരായ്മ കൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ട്. എത്രയോ കേസുകൾ ന്യായാധിപന്മാർ പക്ഷപാതപരമായിട്ട് അല്ലെങ്കിൽ പ്രതികളോട് ദീനാനുകമ്പ പുലർത്തിയതുകൊണ്ട് വെറുതെ വിട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതൊന്നും അറിയാത്ത ആളല്ല. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ ആരോടും ഉന്നയിക്കുന്നതിൻ്റെ തെറ്റാണ്, ബാലിശമാണ്. അതിൽ കൗതുകരമായിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഏത് സംഘടനയുടെ മീറ്റിങ്ങിലാണ് പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത് നോക്കിയാൽ മതി. അത് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം എന്താണെന്നും അദ്ദേഹത്തിൻ്റെ സാമുദായിക പക്ഷപാതിത്വം എന്താണെന്നും വളരെ വ്യക്തമാണ്. അപ്പം ഇങ്ങനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റായ വഴിക്ക് പോകുന്ന ആളാണ് അല്ലെങ്കിൽ സംഘി ചിന്താഗതിയുള്ള ആളാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് തെറ്റാണ്. മുൻ മന്ത്രി KT ജലീൽ ഈ വിഷയത്തിൽ വളരെ വികാരവിക്ഷുബ്ധനായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ്. അതായത് പറവൂരിൽ ജുഡീഷ്യൽ ഓഫീസറായിരുന്ന ഒരാൾ പക്ഷപാതപരമായി പെരുമാറിയ രീതിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല പനായിക്കുളം തീവ്രവാദ കേസിൽ അതിൻ്റെ FIR ഇട്ടതും ശശിധരനായിരുന്നു. പിന്നീട് NIA ആണ് അന്വേഷിച്ചത്. എന്നാൽ ശശിധരനാണ് എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അദ്ദേഹത്തെ മതമൗലികവാദിയാക്കി മാറ്റി, ഒരു സംഖ്യയാക്കി മാറ്റി ഈ മതമൗലികളായ ആളുകൾ അദ്ദേഹത്തിനെതിരെ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജയശങ്കർ. എന്നാൽ ഇദ്ദേഹം നിരപരാധിയാണ്. ശശിധരൻ എന്നാണ് ജയശങ്കർ പറയുന്നത്. ഒരു മജിസ്ട്രേറ്റ് ഇങ്ങനെ പറഞ്ഞു, മജിസ്ട്രേറ്റിനെതിരായിട്ട് കേസ് കൊടുത്തൂടെ എന്നാണ്. സർവീസിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് ഇരുന്ന മജിസ്ട്രേറ്റിനെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റും. പോലീസ് ഉദ്യോഗസ്ഥൻ മാനനഷ്ട കേസ് കൊടുക്കണമെങ്കിൽ തന്നെ സർക്കാരിൻ്റെ അനുവാദം വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ അനുവാദം ചോദിച്ചാൽ കേരള സർക്കാർ കൊടുക്കും. ജലീൽ ഈ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളല്ലേ. അതുമാത്രമല്ല, ശശിധരനെ കൺഫേർഡ് IPS കാരൻ എന്നാണ് ആക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രൈവറ്റ് കോളേജിൽ അധ്യാപകനായത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. KT ജലീലല്ല, മിക്കവാറും എല്ലാ ആളും എങ്ങനെയാണ് അധ്യാപകരാകുന്നത് നമുക്കറിയാം. അങ്ങനെ അധ്യാപകനായ ജലീൽ ഈ PSC പരീക്ഷ എഴുതി. അത് എഴുത്ത് പരീക്ഷ മാത്രമല്ല, ഇൻ്റർവ്യൂ ഉണ്ട്, ഫിസിക്കൽ ഫിറ്റ്നസ് പരിശോധിക്കണം, ഇത്ര സെക്കൻഡിനുള്ളിൽ ഇത്ര മീറ്റർ ഓടണം എന്നൊക്കെയുണ്ട്, ഇത്ര ദൂരത്തിൽ ചാടണം, കയറിൽ പിടിച്ച് കയറണം. ഇതൊക്കെ തെളിയിച്ചതിന് ശേഷമാണ് ഒരാൾ പോലീസിൽ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ ആവണം, അത് കഴിഞ്ഞ് DYSP ആവണം, അത് കഴിഞ്ഞ് IPS ഇല്ലാത്ത സൂപ്രണ്ടാണ്, പിന്നെയാണ് IPS കിട്ടുന്നത്. ഇവരോട് താരതമ്യം ചെയ്യുമ്പോൾ അജിത് കുമാറും P ശശിയൊക്കെ താരതമ്യേന നിസ്സാരന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ യോഗ്യന്മാരാണെന്നുള്ളതല്ല. ഈ പിണറായി വിജയനോട് പല കാര്യത്തിലും എതിർപ്പുള്ള ആളാണ് ഞാൻ. അദ്ദേഹം കേരളം കണ്ട
വളരെ മോശം മുഖ്യമന്ത്രിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കും. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ എതിർക്കുന്ന ആളുകളോട് താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ ദൈവപുത്രനാണ്. കാരണം അദ്ദേഹത്തെക്കാൾ വഷളന്മാരാണ്, അദ്ദേഹത്തെക്കാൾ സ്ഥാപിത താല്പര്യങ്ങളുള്ളവരാണ് ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്നത്. യാതൊരു സംശയമില്ല ഈ കാര്യത്തിൽ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ അതേപോലെ പി ശശി അവരൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൻവറും അതായത് പിണറായി വിജയനെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന അൻവറും സംഘവും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അൻവറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അൻവറിന് കുത്തേറ്റ് വീണ് പെടയുമ്പോൾ പുറത്തേ ചാടിയത് എന്താണ് മലമാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടിയില്ല. ഈ പറയുന്ന വീമ്പത്തരമല്ലാതെ ജയശങ്കർ വക്കീലിൻ്റെ തലയിൽ മലം ഒഴിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നടത്തിക്കാനോ 100 അൻവർമാർ വിചാരിച്ചാൽ നടക്കില്ല. അന്നുണ്ടെങ്കിൽ അൻവർമാരെ അവിടെ MG റോഡിലെ നടു റോട്ടിലിട്ട് ആളുകൾ തീർക്കുന്ന കാഴ്ചയും നമുക്ക് കാണേണ്ടി വരും ഉറപ്പായിട്ടും. എൻ്റെ അൻവറെ ഇങ്ങനത്തെ കുട്ടികളെ തമാശക്ക് ഒഴിവാക്കിക്കള്. കാരണം പറയേണ്ടതേ പറയാം ഒരു MLAക്ക്. ഇത് അതിൽ കവിഞ്ഞു പോയി. ജയശങ്കറിനെ തൊട്ടിട്ട് ഒരു മണ്ണാങ്കട്ടിയും ഇവിടെ നടത്താൻ അൻവറിന് കഴിയില്ല എന്ന് ഞാൻ കൃത്യമായി പറയുകയാണ്. അതായത് ഇതുവരെ അൻവറിൻ്റെ ഇങ്ങനെ മലർന്നു കിടന്നുള്ള തുപ്പൽ, മലം തുപ്പലിൽ സ്വയം വായിലേക്ക് വന്നു എന്നല്ലാതെ ജയശങ്കർ അതിനൊരു തമാശയോടെ ഒരു ചെറിയ ഇറുക്കി മാത്രമാണ് ചെയ്തത്. എന്തൻവർ, ഏതൻവർ, എവിടുത്തെ അൻവർ എന്നാണ് ആ ചോദ്യത്തിന് ഉത്തരം. അതിനൊരു പുല്ല് വിലകാൽ പോലും ആര് കൽപ്പിച്ചിട്ടില്ല, ജയശങ്കർ ഏൽപ്പിച്ചിട്ടില്ല. അവിടെയാണ് ജയശങ്കറിൻ്റെ മഹത്വം. നന്ദി, നമസ്കാരം.